Hello everyone, NSMC ക്ലാസ് 10ലുള്ള ബോഡി മൂവ്മെന്റ്സ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. NSMC ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാനൊക്കെ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യട്ടോ. നമ്മുടെ പ്രിപ്പറേഷനൊക്കെ കൃത്യമായി പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഈ നമ്മുടെ ചാനലിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായി ഫോളോ ചെയ്ത് തന്നെ പോകട്ടോ. അപ്പോൾ എനിവേ നമുക്ക് ഈ ഒരു ടോപ്പിക്കിലേക്ക് കിടക്കാം. ബോഡി മൂവ്മെന്റ്സ് എന്താണ്? ബോഡി മൂവ്മെന്റ്സ് ഡിസ്പ്ലേസ്മെന്റ് ഒക്കറിംഗ് ടു ബോഡി ഓർ എനി പാർട്ട് ഓഫ് ദ ബോഡി, അല്ലെ? നമ്മുടെ ബോഡിക്കോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഏതെങ്കിലും പാർട്ടിനോ നടക്കുന്ന ഒരു ഡിസ്പ്ലേസ്മെന്റിനെയാണ് എന്ത് പറയാം? ബോഡി മൂവ്മെന്റ് എന്ന് പറയാം. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൂവ്മെന്റ്സ് ആർ പോസിബിൾ ബൈ കമ്പൈൻഡ് ആക്ഷൻ ഓഫ് മസിൽസ് ആൻഡ് ബോൺസ്, അല്ലെ? നമ്മുടെ കേസിലാണെന്നുണ്ടെങ്കിൽ മസിൽസിന്റെയും ബോൺസിന്റെയും കമ്പൈൻഡ് ആക്ഷനിലൂടെ എന്ത് ചെയ്യാം? പലതരത്തിലുള്ള മൂവ്മെന്റ്സ് നമുക്ക് പോസിബിൾ ആണ്. ബോഡി മൂവ്മെന്റ്സ് ഇൻക്ലൂഡ്സ്, ഇപ്പം മൊത്തത്തിലുള്ള എല്ലാ ഓർഗാനിസംസിലുള്ള ബോഡി മൂവ്മെന്റ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് ഒരു ടൈപ്പ് ഓഫ് ബോഡി മൂവ്മെന്റ് ആണ്. അതേപോലെ തന്നെ സ്യൂഡോപോഡിയൽ മൂവ്മെന്റ്സ്, ഫ്ലജല്ല മൂവ്മെന്റ്സ്, സിലിയറി മൂവ്മെന്റ്സ്, മസ്കുലർ മൂവ്മെന്റ്സ്, ഇങ്ങനെ പലതരത്തിലുള്ള ബോഡി മൂവ്മെന്റ്സ് നമുക്ക് മറ്റ് ഓർഗാനിസംസിനെ എല്ലാവരെയും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ഈവൻ നമ്മുടെ ബോഡിയിലടക്കം ഈ പറഞ്ഞ പലതരത്തിലുള്ള മൂവ്മെന്റ്സ് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ്. എന്താ സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് എന്ന് പറഞ്ഞാൽ? മൂവ്മെന്റ് ഓഫ് സൈറ്റോപ്ലാസം വിത്തിൻ ദ സെൽ, അല്ലെ? സൈറ്റോപ്ലാസ്മിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ സൈറ്റോപ്ലാസത്തിന്റെ മൂവ്മെന്റ് വിത്തിൻ ദ സെൽ, സെല്ലിനകത്തല്ലേ സൈറ്റോപ്ലാസം ഉള്ളത്, റൈറ്റ്? ദാറ്റ് ഹെൽപ്പ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സബ്സ്റ്റൻസ് ത്രൂ ഔട്ട് ദ സെൽ. അതപ്പോൾ ഒരു സെല്ല് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള സൈറ്റോപ്ലാസത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെന്റ് എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെറ്റീരിയൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ എന്ത് ചെയ്യും? സഹായിക്കും. ദാറ്റ് ഈസ് സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ്. ഇനി സ്യൂഡോപോഡിയൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്യൂഡോപോഡിയ ഇൻ വൈറ്റ് ബ്ലഡ് സെൽസ് ഹെൽപ്പ് ഇൻ ലോക്കോമോഷൻ ആൻഡ് ഡിഫൻസ്, അല്ലെ? സ്യൂഡോപോഡിയ, അതായത് ഒരു സെല്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ സൈറ്റോപ്ലാസം ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക, സെൽ മെംബ്രെയിൻ എക്സ്റ്റെൻഡ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ ഫോം ചെയ്ത് വേണമെങ്കിൽ അതിന് ഇരപിടിക്കാനും അല്ലെങ്കിൽ ഈവൻ അതിന് മൂവ് ചെയ്യാനും, ലോക്കോമോഷൻ, ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഒരു ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഈ സ്യൂഡോപോഡിയൽ മൂവ്മെന്റ് അത് നമുക്ക് നമ്മുടെ ശരീരത്തിലാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസിലൊക്കെ കാണാൻ പറ്റും. അതേപോലെ തന്നെ വൈറ്റ് ബ്ലഡ് സെൽസ് ഡിഫൻസിന് എങ്ങനെ സഹായിക്കാം? എന്തെങ്കിലും ഫോറിൻ ബോഡീസ് ഉണ്ടെങ്കിൽ അതിനെ എൻഗൾഫ് ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കും. ഓക്കെ, അതേപോലെ തന്നെയാണ് അമീബ പോലെയുള്ള മറ്റ് ഓർഗാനിസംസിലും ഈ സ്യൂഡോപോഡിയൽ മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും. ഫ്ലജല്ല മൂവ്മെന്റ്, അല്ലെ? ഫ്ലജല്ല ഹെൽപ്പ് ഇൻ ദ സെൽ ലോക്കോമോഷൻ. ഇപ്പൊ നമ്മുടെ കേസിലാണെന്നുണ്ടെങ്കിൽ സ്പേംസ്, അല്ലെ? സ്പേംസിന് അതിന്റെ ടെയിൽ ഒരു ഫ്ലജല്ലാർ മൂവ്മെന്റ് ആണ്. അതേപോലെ തന്നെ ബാക്ടീരിയാസ്, അല്ലെ? ബാക്ടീരിയക്ക് ചുറ്റിലും എന്തുണ്ടാവും? ഫ്ലജല്ലകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് വെച്ചിട്ടുള്ള മൂവ്മെന്റ് ആണ് ഫ്ലജല്ല മൂവ്മെന്റ്. സിലിയറി മൂവ്മെന്റ് എന്താ? ഫോർ ലോക്കോമോഷൻ ആൻഡ് ടു മൂവ് സബ്സ്റ്റൻസസ് അലോങ് സർഫസസ് യൂസിങ് സിലിയ. സിലിയ എന്ന് വെച്ചാൽ ചെറിയ ഒരു സർഫസിൽ ചെറിയ ഹെയർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉള്ളതിനെയാണ് നമ്മൾ സിലിയ എന്ന് പറയാം, അല്ലേ? നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലും അതേപോലെ തന്നെ പാരമേഷ്യം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും പാരമേഷ്യം, അല്ലേ? അതിൻ്റെ ചുറ്റിലും ചെറിയ ഹെയർ ലൈക്ക് സബ്സ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റും, അതാണ് സിലിയ. അപ്പോൾ അത് ഒരു ഓർഗാനിസത്തിന് മൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും സർഫസിലൂടെ, ഇപ്പോൾ നമ്മുടെയൊക്കെ റെസ്പിറേറ്ററി ട്രാക്റ്റിലൂടെയൊക്കെ മൂവ്മെന്റ് കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അവിടെ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഈ പറഞ്ഞ ഹെയർ ലൈക്ക് സബ്സ്റ്റൻസസ്, ഹെയർ ലൈക്ക് ആയിട്ടുള്ള ആ സ്ട്രക്ചേഴ്സ് കാണാൻ സാധിക്കും. മസ്കുലർ മൂവ്മെന്റ് നമുക്കറിയാം, ബോഡി മസിൽസ് ഫോർ ദ മൂവ്മെന്റ് ഓഫ് ബോഡി, അല്ലേ? നമ്മുടെ ബോഡിയുടെ മൂവ്മെന്റിന് വേണ്ടി ബോഡി മസിൽസ് ഉപയോഗിച്ച് അങ്ങനെ ബോണൊക്കെ മൂവ് ചെയ്ത് അങ്ങനെയുള്ള മൂവ്മെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയാം? മസ്കുലർ മൂവ്മെന്റ് എന്ന് പറയാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മൂവ്മെന്റ്സ് ക്യാൻ ബി സീൻ ഇൻ ഹ്യൂമൻ ബോഡി? നമ്മുടെ ബോഡിയിൽ ഏതൊക്കെയാണ് കാണാൻ പറ്റുക? അമീബോയിഡ്, സിലിയറി, ഫ്ലജല്ലാർ. ഏതായിരിക്കും? നമുക്കറിയാം അമീബോയിഡ് മൂവ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, WBC, വൈറ്റ് ബ്ലഡ് സെൽസിൽ നമുക്ക് അമീബോയിഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. സിലിയറി മൂവ്മെന്റ് നമ്മുടെ പിന്നെ ഫലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ട്, ഇവിടെയൊക്കെ നമുക്ക് സിലിയറി മൂവ്മെന്റ്സ് കാണാൻ സാധിക്കും. ഫ്ലജല്ലാർ മൂവ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സ്പേമിലൊക്കെ ഫ്ലജല്ലാർ മൂവ്മെന്റ് കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഈ തരത്തിലുള്ള എല്ലാ മൂവ്മെന്റ്സും നമുക്ക് എവിടെ കാണാൻ സാധിക്കും? ഹ്യൂമൻ ബോഡിയിൽ കാണാൻ സാധിക്കും. സോ ഓപ്ഷൻ ഡി 1, 2 and 3 ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ക്വസ്റ്റ്യൻ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യണം, എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ആൻസർ ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആൻസറിലേക്ക് തന്നെ എത്തുന്നുണ്ടോ എന്നുള്ളതൊന്ന് പരിശോധിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗൻസ് ഈസ് ലൈൻഡ് വിത്ത് സിലിയ? ഓക്കെ, ഏതാണ് സിലിയ കൊണ്ട് ലൈൻ ചെയ്തിട്ടുള്ളത്? ഏത് ഓർഗനാണ്? ഫലോപ്പിയൻ ട്യൂബ്, ട്രക്കിയ, ഇൻറ്റസ്റ്റൈൻ. ഇതിൽ ഏതാണ്? നമുക്കറിയാം ഫലോപ്പിയൻ ട്യൂബ് ഒബ്വിയസ്ലി സിലിയ ആയിട്ട് പിന്നെ ലൈൻ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഓപ്ഷൻ എ ആണോ? ബാക്കിയുള്ളത് കൂടി നോക്കണം, അല്ലേ? ട്രക്കിയ, യെസ്, ട്രക്കിയ ഈസ് ഓൾസോ ലൈൻഡ് വിത്ത് സിലിയ. അപ്പോൾ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലൊക്കെ സിലിയറി ലൈനിങ് ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻറ്റസ്റ്റൈനിൽ ഇല്ല, അല്ലേ? സോ ബോത്ത് എ ആൻഡ് ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, എന്തിനാ ഈ സിലിയറി ആയിട്ട്, അതായത് നമ്മുടെ ഒരു ട്രാക്റ്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെന്താണ് ഇങ്ങനെ ഹെയർ ലൈക്സ് ആയിട്ടുള്ള ഹെയർ ലൈക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിലൂടെയുള്ള മൂവ്മെന്റ്സ്
കുറച്ചുകൂടി എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് അല്ലേ. യെസ്. ഇനി പിന്നെ ഉള്ളത് മസിൽസ് ആണ്. മസിൽസ് സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ, കൺട്രാക്ട് ചെയ്യാൻ പറ്റും, റിലാക്സ് ചെയ്യാൻ പറ്റും അല്ലേ. അതേപോലെ തന്നെ ആക്റ്റിൻ ആൻഡ് മയോസിൻ, ഈ രണ്ട് ഫിലമെന്റ്സ് ആണ്. ആ രണ്ട് പ്രോട്ടീൻസ് ഫിലമെന്റ്സ് കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ മസിൽസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഫിലമെന്റ്സിന്റെ അതിന്റെ ആ മൂവ്മെന്റ്സ് കൊണ്ടാണ് എന്ത് ചെയ്തത്, ഈ കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ അല്ലേ. ദീസ് ഫിലമെന്റ്സ് കൺട്രാക്ട് ആൻഡ് റിലാക്സ് ഇനേബിളിംഗ് ദ ബോഡി മൂവ്മെന്റ്സ്. അങ്ങനെയാണ് മസിൽസ് മൂവ് ചെയ്യുന്നത് അല്ലേ. ഇനി എത്ര ടൈപ്പ് ഓഫ് മസിൽസ്, ഇതാണ് വളരെ പ്രധാനപ്പെട്ടത്. സ്കെൽറ്റൽ മസിൽസ്, സ്മൂത്ത് മസിൽസ് ആൻഡ് കാർഡിയാക് മസിൽസ് അല്ലേ. സ്കെൽറ്റൽ, സ്മൂത്ത് ആൻഡ് കാർഡിയാക് മസിൽ, ഇത് തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാനതിൽ പ്രത്യേകം വീണ്ടും ആവർത്തിക്കുന്നൊന്നുമില്ല അല്ലേ. നമ്മളൊക്കെ ഓൾറെഡി പലതവണ പഠിക്കുന്ന വിഷയങ്ങളാണ്. എങ്കിലും എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഈ ഭാഗം നോക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചും NSMCക്കൊക്കെ ഈ ഇത്തരത്തിലുള്ള എല്ലാ സ്കോളർഷിപ്പ് എക്സാംസിലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കെൽറ്റൽ മസിൽ എവിടെയാണ് കാണുക, അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്, സ്മൂത്ത് മസിൽസ്, കാർഡിയാക് മസിൽസ് അല്ലേ. ആ പേരിൽ തന്നെ പലതും ഉണ്ട്. എങ്കിലും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക, നോക്കി വെക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലോ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാര്യമാണ്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മസിൽ ഷോസ് or show rhythmic contraction and relaxation throughout life? Throughout the life rhythmically ഇതിങ്ങനെ കൺട്രാക്ട് റിലാക്സ് അങ്ങനെ തന്നെ ഉണ്ടാവും. അത് ഏത് മസിൽസ് ആണ് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. സ്കെൽറ്റൽ മസിൽ, കാർഡിയാക് മസിൽ, ഹാർട്ട് മസിൽ, ബോത്ത് ബി ആൻഡ് സി. ഏതാ നമുക്കറിയാം, ഹാർട്ട് അല്ലേ. നമ്മൾ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരേക്കും അത് റിത്മിക്കലി ഇങ്ങനെ കൺട്രാക്ട് ചെയ്യുക, റിലാക്സ് ചെയ്യുക, അതങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. അത് എപ്പോഴെങ്കിലും അത് നിർത്തിയാൽ അപ്പോഴാണ് നമ്മുടെ എൻഡ് അല്ലേ. അപ്പോൾ നമ്മളതോടുകൂടി പടമാകും. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് അത് ആണ് ഹാർട്ട് മസിൽസ് ആണ്, അതായത് കാർഡിയാക് മസിൽസ് ആണ്. അപ്പോൾ ഹാർട്ട് മസിലും കാർഡിയാക് മസിലും സെയിം ആണ് എന്ന് വെച്ചാൽ ബോത്ത് ബി ആൻഡ് സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലേ. യെസ്. പിന്നെ ഉള്ളത് ഹ്യൂമൻ സ്കെലിറ്റൽ സിസ്റ്റം ആണ്. ഹ്യൂമൻസ് ബീങ് ഹാവ് എൻഡോസ്കെലിറ്റൻ. എൻഡോ മീൻസ് ഇൻസൈഡ്, സ്കെലിറ്റൺ അല്ലേ. സ്കെലിറ്റൺ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ എനിവേ നമ്മുടെ സ്ട്രക്ചർ തീരുമാനിക്കുന്ന ആ സ്കെലിറ്റൻ അത് പുറത്താണോ ഉള്ളത്. ചില ജീവികൾക്കൊക്കെ പുറത്തുണ്ട്, എക്സോസ്കെലിറ്റനിലുള്ള ജീവികളുണ്ട്. പക്ഷെ നമുക്കെന്താണ്, ഉള്ളിലാണ്. അതിനെ പിന്നെ നമ്മുടെ ഫ്ലഷ് കൊണ്ടൊക്കെ കവർ ചെയ്തിട്ടാണ് നമ്മുടെ ഈ കാണുന്ന രൂപമുള്ളത്. നമുക്കെങ്ങനെ എക്സോസ്കെലിറ്റൻ ആയിരുന്നെങ്കിൽ അല്ലേ, എന്ന് വെച്ചാൽ നമ്മുടെ സ്കെലിറ്റൻ പുറത്തിങ്ങനെ കാണുന്ന രൂപത്തിലാണെങ്കിൽ എല്ലാവരും പേടിച്ചു പോയാൽ അല്ലേ. ഓക്കെ. അപ്പം എനിവേ പേടിക്കൂല, കാരണം നമ്മൾ എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ എനിവേ നമുക്ക് എൻഡോസ്കെലിറ്റൻ ആണുള്ളത്, നമ്മുടെ സ്കെലിറ്റൻ ഉള്ളിലാണുള്ളത്. ദ ഫ്രെയിം വർക്ക് മേഡ് അപ്പ് ഓഫ് ബോൺസ് ആൻഡ് കാർട്ടിലേജ് പ്രൊവൈഡിങ് ഷേപ്പ്, പ്രൊട്ടക്ഷൻ ആൻഡ് ഹെൽപ്പ് ഇൻ മൂവ്മെന്റ് ആൻഡ് ലോക്കോമോഷൻ. നമുക്ക് ഷേപ്പും അതേപോലെ തന്നെ പിന്നെ മൂവ്മെൻറ്റിനും ലോക്കോമോഷനും സഹായിക്കുക, അതേപോലെ തന്നെ പ്രൊട്ടക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഹ്യൂമൻ സ്കെലിറ്റൽ സിസ്റ്റത്തിൽ നമ്മുടെ ഫ്രെയിം വർക്കിലൂടെ, സ്കെലിറ്റനിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. കൺസിസ്റ്റ് ഓഫ് 206 ബോൺസ് ബേസ്ഡ് ഓൺ ദ പൊസിഷൻ. അത് ആക്സിയൽ സ്കെലിറ്റൻ, അപ്പൻഡിക്കുലർ സ്കെലിറ്റൻ എന്ന് പറഞ്ഞ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആക്സിയൽ സ്കെലിറ്റൻ സെൻട്രൽ ആക്സിസ് ഓഫ് ദ ബോഡി അല്ലേ, നമ്മുടെ സ്കള്ള്, അതേപോലെ തന്നെ സ്പൈനൽ കോഡ്. അപ്പൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ പുറത്ത് ഉള്ളത്, അതിൻ്റെ പുറത്തേക്കുള്ള സെൻട്രൽ ആക്സിസിനോട് കണക്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഈ വൈറ്റിൽ കാണുന്നതാണ് ആക്സിയൽ സ്കെലിറ്റൻ. അതിൽ സ്കള്ളുണ്ടാവും, 29 ബോൺസ് ആൻഡ് വെർട്ടിബ്രൽ കോളം കൺസിസ്റ്റ് ഓഫ് 26 ബോൺസ് അല്ലേ. എന്നാൽ ബാക്കി പിന്നെ അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള, ഈ സെൻട്രൽ ആക്സിസിനോട് കണക്ട് ചെയ്തിട്ടുള്ള ബാക്കി ഭാഗങ്ങളൊക്കെ എന്താണ്, റിബ്സ് അല്ലേ. റിബ്സ് 24 ബോൺസ്. ഇത് ആക്സിയൽ സ്കെലിറ്റൻ, ഈ സെൻട്രൽ ആക്സിസിനോട് കണക്ട് ചെയ്തിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബാക്കിയുള്ളതെല്ലാം ഈ റെഡിൽ കാണിച്ചിട്ടുള്ളതെല്ലാം എന്താണ്, അപ്പെൻഡിക്കുലാർ സ്കെലിറ്റൻ ആണ്. ഓക്കെ. അതിനോട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് സ്കെലിറ്റൽ സിസ്റ്റം. സ്കെലിറ്റൽ സിസ്റ്റത്തിൻ്റെ, അതായത് മൊത്തത്തിൽ ആ ബോൺസ്, ആ മൊത്തത്തിലുള്ള സ്കെലിറ്റൽ സിസ്റ്റം നമുക്കറിയാലോ, അതിൽ പെടാത്ത അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻസിലുമായിട്ട് ബന്ധപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം. പ്രൊഡക്ഷൻ ഓഫ് ബോഡി ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ സ്കെലിറ്റൽ സിസ്റ്റം? ലോക്കോമോഷൻ അല്ലേ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ടോ? പ്രൊഡക്ഷൻ ഓഫ് എരിത്രോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ RBCs അല്ലേ, റെഡ് ബ്ലഡ് സെൽസ്. സ്റ്റോറേജ് ഓഫ് മിനറൽസ് ഏതാണ് നമുക്കറിയാം. ലോക്കോമോഷൻ ഒബ്വിയസ്ലി അത് സ്കെലിറ്റൽ സിസ്റ്റം സഹായിക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ ഓഫ് എരിത്രോസൈറ്റ്സ് നമുക്കറിയാം, ബോൺ മാരോയിലാണ് എന്ത് ചെയ്യുക, RBCs പ്രൊഡ്യൂസ് ചെയ്യുക. സോ ഇറ്റ് ഈസ് ഓൾസോ എ ഫംഗ്ഷൻ ഓഫ് സ്കെലിറ്റൽ സിസ്റ്റം. സ്റ്റോറേജ് ഓഫ് മിനറൽസ് നമ്മുടെ ബോൺസിലാണ് പല മിനറൽസും സ്റ്റോർ ചെയ്യുക അല്ലേ, കാൽഷ്യം, ഫോസ്ഫറസ് ഒക്കെ. അപ്പോൾ എനിവേ ബോഡി ഹീറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്തല്ല, ഡയറക്ട്ലി സ്കെലിറ്റൽ സിസ്റ്റത്തിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. യെസ്. അഡൽട്ട് ഹ്യൂമൻ ബോഡി കംപ്രൈസ് നമുക്കറിയാം അല്ലേ, 206 ബോൺസ്. യെസ്. നെക്സ്റ്റ്, the pectoral and pelvic girdles and the bones of limbs form. Pectoral girdle, pelvic girdle അല്ലേ, pectoral girdle, pelvic girdle, അതേപോലെ തന്നെ നമ്മുടെ കാലിൻ്റെയും കൈൻ്റെയും ലിംസ്, കാലിൻ്റെയും കൈൻ്റെയും ബോൺസ്, അത് എന്താ ഫോം ചെയ്യുക,
ഒബ്വിയസ്ലി അപ്പെൻഡിക്കുലർ സ്കെലിറ്റൽ അല്ലെ, ആ സെൻട്രൽ ആക്സിസിനോട് ചേർന്നിട്ടുള്ള അപ്പെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ കാല് അല്ലെ, പുറത്തേക്കുള്ളത് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. പിന്നെ ബോൺ സ്ട്രക്ചർ, ബോണിൻ്റെ 18% ഓഫ് ദ ഹ്യൂമൻ ബോഡി വെയിറ്റ് ബോൺസിൻ്റെതാണ്. അതേപോലെ തന്നെ പ്രൊവൈഡിങ് സ്ട്രക്ചർ, സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ഷൻ. പെരി ഓസ്റ്റിയം, മെംബ്രെയിൻ കവറിങ് ഈച്ച് ബോൺ അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ഓസ്റ്റിയം, ഓസ്റ്റി ഈസ് റിലേറ്റഡ് ടു ബോൺ, പെരി ഈസ് ഔട്ടർ മെംബ്രെയിൻ അല്ലെ. പെരി ഓസ്റ്റിയം എന്ന് പറഞ്ഞാൽ മെംബ്രെയിൻ കവറിങ് ഈച്ച് ബോൺ. അങ്ങനെ നമ്മൾ പല സ്ഥലത്തും നമ്മളത് പെരി കാർഡിയം എന്ന് പറഞ്ഞാൽ മെംബ്രെയിൻ കവറിങ് ദ ഹാർട്ട്, കാർഡിയം എന്നുള്ളത് കാർഡിയോ എന്നുള്ളത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഹാർട്ട്. പെരി മീൻസ് ഔട്ടർ മെംബ്രെയിൻ. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. എനിവേ ബോൺസ് ഹാവ് ബ്ലഡ് വെസൽസ്, നെർവ്സ് ആൻഡ് ലിംഫ് വെസൽസ് ഫൗണ്ട് ഇൻ ഇറ്റ് അല്ലേ. ബോൺസിൽ ഈ പറഞ്ഞ ബ്ലഡ് വെസൽസും നെർവ്സും ലിംഫ് വെസൽസും ഒക്കെ കാണാൻ പറ്റും. കാൽഷ്യം, ഫോസ്ഫേറ്റ്, കൊളാജൻ പ്രോട്ടീൻസ്, അതേപോലെ തന്നെ സോൾട്ട് ഗിവ് സ്ട്രെങ്ത് ആൻഡ് ഹാർഡ്നെസ് ടു ദ ബോൺസ്. ഓക്കെ, ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ് ഓഫ് ബോൺസ് ഡെപ്പോസിറ്റ് മിനറൽസ് ഇൻ ബോൺസ് മേക്കിംഗ് ദം സ്ട്രോങ്, ഫേം ആൻഡ് ഗ്രോത്ത്, ഹെൽപ്പ് ഇൻ ഗ്രോത്ത് ആൻഡ് റിപ്പയർ, ഗ്രോത്തിലും റിപ്പയറിനൊക്കെ ഹെൽപ്പ് ചെയ്യും. മാട്രിസസ് ഓഫ് ബോൺസ് ആർ മെയ്ഡ് അപ്പ് ഓഫ്, നമ്മുടെ ബോൺസിൻ്റെ മെട്രിസസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം, കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ്, കാൽഷ്യം ആൻഡ് പൊട്ടാസ്യം, കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ്. മഗ്നീഷ്യം ആൻഡ് ഫോസ്ഫേറ്റ്, കാൽഷ്യം ആൻഡ് പൊട്ടാസ്യം, കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ്. ഏതാണ്? നമുക്കറിയാം കാൽഷ്യം ഫോസ്ഫേറ്റ് അല്ലെ. കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇത് വളരെ കോമൺ, ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കാൽഷ്യവും ഫോസ്ഫേറ്റും കൊണ്ടാണ് ബോൺ മാട്രിസസ് ഉണ്ടാക്കിയിട്ടുള്ളത്. യെസ്. ഇനി അടുത്തത് പിന്നെ കാർട്ടിലേജ്. കാർട്ടിലേജ് എന്താണ്? ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. കുറച്ചും കൂടി സോഫ്റ്റർ ആണ്, ഫ്ലെക്സിബിൾ ആണ് ദാൻ ബോൺസ്. അതാണ് കാർട്ടിലേജിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അല്ലേ. ബോൺസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഹാർഡർ ആണ്, അത്ര ഫ്ലെക്സിബിൾ അല്ല. പക്ഷേ കാർട്ടിലേജ് കുറച്ചുകൂടി സ്ട്രോങ്ങർ ആണ്, ഫ്ലെക്സിബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ മൂക്കിൻ്റെ ഒക്കെ ഇവിടെയൊക്കെ അതാണ് നമുക്ക് കാർട്ടിലേജ്. ഇയേഴ്സ്, നോസ് അവിടെയൊക്കെ നമുക്ക് കാർട്ടിലേജ് അല്ലേ, അത് കുറച്ചും കൂടി ഒരു ഫ്ലെക്സിബിൾ ആണ്, സോഫ്റ്റർ ആണ് നമുക്കറിയാം. ബോൺ പോലെയല്ല. യെസ്. പ്രസൻറ്റ് അറ്റ് ദ ടിപ്പ് ഓഫ് ദ ബോൺസ് റെഡ്യൂസ് ഫ്രിക്ഷൻ ഇൻ ജോയിൻറ്റ്സ് അല്ലേ. ബോൺസിൻ്റെ ഒക്കെ ടിപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അതിൻ്റെ ടിപ്പിൽ ആ ജോയിൻറ്റ്സ്, ബോൺ ജോയിൻറ്റ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ നമുക്ക് അതിൻ്റെ ടിപ്പിൽ എന്ത് കാണാൻ സാധിക്കും? ഈ കാർട്ടിലേജസ് കാണാൻ പറ്റും. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ബോൺസ് തമ്മിൽ ഒരതിയിട്ട് ഫ്രിക്ഷൻ ഇല്ലാതിരിക്കാൻ കാർട്ടിലേജ് സഹായിക്കുന്നുണ്ട്. പ്രസൻറ്റ് ഇൻ എൽബോസ്, നീസ്, ആംഗിൾസ്, ടിപ്പ് ഓഫ് റിബ്സ്, പിന്ന അല്ലേ. നമ്മുടെ പിന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇയറിൻ്റെ പിന്ന. യെസ്. ബിറ്റ്വീൻ വേർട്ടിബ്ര ഓഫ് വേർട്ടിബ്രൽ കോളം, നോസ് ടിപ്പ്, അതേപോലെ തന്നെ ട്രക്കിയ, ഇവിടെയൊക്കെ നമുക്ക് കാർട്ടിലേജ് കാണാൻ സാധിക്കും. ദ ടിഷ്യൂ ദാറ്റ് പ്രിവെൻറ്റ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ബോൺസ് ആർ, നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടേ ഉള്ളൂ, ഇറ്റ് ഈസ് കാർട്ടിലേജ് അല്ലേ. കാർട്ടിലേജ് ആണ് ബോൺസിൻ തമ്മിലുള്ള ഫ്രിക്ഷൻ കുറക്കുന്നത്. കാർട്ടിലേജ് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ. ഓക്കെ, എവിടെയാണ് കാർട്ടിലേജ് കാണാൻ പറ്റുക? നോസിലുണ്ടോ? നമുക്കറിയാം ഒബ്വിയസ്ലി ടിപ്പ് ഓഫ് ദ നോസിൽ എന്തുണ്ട്? കാർട്ടിലേജ് ഉണ്ട്. ഇയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പിന്ന അല്ലേ. യെസ്. കിഡ്നിയിൽ ഉണ്ടോ? കാർട്ടിലേജ് ഉണ്ടോ? നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ. ലാരിങ്സ്, ഒബ്വിയസ്ലി ലാരിങ്സിൽ ഉണ്ട് അല്ലേ. നമുക്ക് പല ലാരിഞ്ചറായിട്ടുള്ള പല സ്ഥലത്തും എവിടെ നമുക്ക് കാണാൻ സാധിക്കും? നമുക്ക് ഈ കാർട്ടിലേജ് കാണാൻ സാധിക്കും. സോ കിഡ്നി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. പിന്നെ ജോയിൻസ് ആണ്. ഈ ഒരു ഫിഗർ നമ്മൾ ശരിക്കും പഠിക്കേണ്ടതാണ് കേട്ടോ. കാരണം ഈവൻ നമുക്ക് സ്കൂൾ ലെവലിലാണെന്നുണ്ടെങ്കിലും അല്ലാതെയും പലതവണയായിട്ട് പല രൂപത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് രണ്ട് ബോൺസ് ആണ്, ബോൺ 1, ബോൺ 2. ഓക്കെ, അതിൻ്റെ നേരെ കവർ ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഫ്രിക്ഷൻ കുറക്കാനുള്ള കാർട്ടിലേജ് ഉണ്ടാവും. അതേപോലെ തന്നെ അതിനെ കവർ ചെയ്ത് ഇവിടെ ഈ രൂപത്തിൽ സൈനോവിയൽ മെംബ്രെയിൻ ഉണ്ടാവും. സൈനോവിയൽ മെംബ്രെയിൻ്റെ ഉള്ളിൽ ഈ യെല്ലോ കളറിലായിട്ടുള്ളത് സൈനോവിയൽ ഫ്ലൂയിഡ് ആണ്. പിന്നെ അതിനെ മൊത്തത്തിൽ കവർ ചെയ്തുകൊണ്ട് ക്യാപ്സ്യൂൾ ഉണ്ടാവും. അതേപോലെ തന്നെ ആ ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ സൈനോവിയൽ മെംബ്രെയിൻ്റെയും ക്യാപ്സ്യൂളിൻ്റെ ഇടയിൽ ലിഗമെൻസും നമുക്ക് കാണാൻ സാധിക്കും. ഐ മീൻ ലിഗമെൻസ് മീൻസ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് കണക്ട്സ് ബോൺ ടു ബോൺ അല്ലേ. അപ്പോൾ ബോൺ ടു ബോൺ കണക്ഷൻ ആയിട്ടുള്ള ലിഗമെൻസും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ടിപ്പിക്കൽ ജോയിൻ്റ് എന്ന് പറയുന്നത് സ്ഥിരമായി ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതിൻ്റെ ആ ഭാഗം, അതിൻ്റെ കുറച്ചുകൂടി പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് അടക്കം നമ്മൾ എന്തെങ്കിലും പഠിക്കും. അപ്പോൾ സൈനോവിയൽ മെംബ്രെയിൻ എന്തിനാണ്? സൈനോവിയൽ ഫ്ലൂയിഡ് സെക്രീറ്റ് ചെയ്യുന്നു. സൈനോവിയൽ ഫ്ലൂയിഡ് എന്തിനാണ് അല്ലേ? ഇറ്റ് ഫങ്ഷൻസ് ആസ് ലൂബ്രിക്കൻറ്റ് ബിറ്റ്വീൻ ദ ബോൺസ് അല്ലേ. ബോൺസിൻ്റെ ഇടയിൽ ലൂബ്രിക്കൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് സൈനോവിയൽ ഫ്ലൂയിഡ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ, പിന്നെ ഉള്ളത് ടൈപ്സ് ഓഫ് ജോയിൻ്റ് ആണ്. പൈവറ്റ് ജോയിൻറ്റ്, ഹിഞ്ച് ജോയിൻറ്റ്, ബോൾ ആൻഡ് സോക്കറ്റ്, ഗ്ലൈഡിങ് ജോയിൻറ്റ് അല്ലേ. ഓരോന്നിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് അതെവിടെയാണ് കാണുക അല്ലേ. പൈവറ്റ് ആണെങ്കിൽ ദ ഫസ്റ്റ് വേർട്ടിബ്ര ജോയിൻസ് ദ സ്കൾ അല്ലെ. ഫസ്റ്റ് വേർട്ടിബ്ര സ്കള്ളിനോട് ജോയിൻ ചെയ്യുന്നിടത്താണ് നമുക്ക് പൈവറ്റ് ജോയിൻറ്റ് കാണാൻ സാധിക്കുക. ഹിഞ്ച് ജോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലേ എൽബോ, നീ ജോയിൻറ്റ്.
ഇനി ബോൾ ആൻഡ് സോക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഷോൾഡർ ജോയിന്റ് അല്ലേ, ഷോൾഡർ ജോയിന്റ്, അതേപോലെ തന്നെ ഹിപ്പ് ജോയിന്റ്. ഗ്ലൈഡിങ് ആണെന്നുണ്ടെങ്കിൽ റിസ്റ്റ് ജോയിന്റും ആംഗിൾ ജോയിന്റും. യെസ്, അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്. ഞാൻ അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിലായിട്ട് പറയാത്തത്. നമ്മൾ എന്ത് ചെയ്യണം, അത് നിർബന്ധമായിട്ടും അറിയാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തി തന്നെ പഠിച്ച് തന്നെ പോകണം. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫൈബറസ് ടിഷ്യൂ, കാർട്ടിലേജിനസ് ടിഷ്യൂ, ഹിഞ്ച് ജോയിന്റ്, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ഇതിൽ എന്തിനോടാണ് പിന്നെ മാച്ച് ആവുന്നത് നോക്കാം അല്ലേ. നോക്കാം, അഡ്ജസൻറ്റ് വെർട്ടിബ്രേ ലിമിറ്റഡ് മൂവ്മെന്റ്, അതേതാ, ഫൈബ്രസ് ആണോ, പിന്നെ കാർട്ടിലേജിനസ് ആണോ, ഹിഞ്ച് ആണോ, ബോൾ ആൻഡ് സോക്കറ്റ് ആണോ. പെക്ടറൽ ഗേർഡിൽ റൊട്ടേഷണൽ മൂവ്മെന്റ്, സ്കൾ ഡോൺ അലോ ഇൻ മൂവ്മെന്റ്, നീ ഇൻ ഹെൽപ്പ് ഇൻ ദ ലോക്കോമോഷൻ. നമുക്കറിയാം നീയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും. ഏതാണ്, നീയും എൽബോയൊക്കെ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്. യെസ്, ഹിഞ്ച് ജോയിന്റ് അല്ലേ, ഹിഞ്ച് പോലെ ഒരു വാതിലിന്റെ ഹിഞ്ച് പോലെ നേരെ ഇങ്ങനെ മാത്രം തുറക്കാൻ പറ്റുന്ന ഒരു ജോയിന്റ് ആണ് നീലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഹിഞ്ച് ജോയിന്റ്. ഇനി സ്കൾ ഡസ് നോട്ട് അലോ എനി മൂവ്മെന്റ്, സ്കളിലുള്ള ബോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യില്ല. സോ ഇറ്റ് ഈസ് ഫൈബ്രസ് ടിഷ്യൂ അല്ലെ, ഫൈബ്രസ് ടിഷ്യൂ ആണ്. പെക്ടറൽ ഗേർഡിൽ റൊട്ടേഷണൽ മൂവ്മെന്റ് നമുക്കറിയാം, ബോൾ ആൻഡ് സോക്കറ്റ് അല്ലെ, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്. അഡ്ജസൻറ്റ് വെർട്ടിബ്രേ ലിമിറ്റഡ് മൂവ്മെന്റ്, ഇറ്റ് ഈസ് കാർട്ടിലേജിനസ് ടിഷ്യൂ അല്ലെ. അപ്പം ഏതാണ് വരിക, ഓപ്ഷൻ എ വരിക, ആർ ബി പി. യെസ്, സി എസ് ഡി ക്യു. യെസ്, ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. The joint where our neck joins the head is a, നെക്ക് ഹെഡുമായിട്ട് ജോയിൻ ചെയ്യുന്നത് ഏതാണ്, നമുക്കറിയാം, പൈവോട്ട് ജോയിന്റ് അല്ലേ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പേഴ്സൺ മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ് ഇൻ വിച്ച് 2 long bones ഓഫ് ഹാൻഡ്സ് were dislocated, വിച്ച് among the following may be the possible reason. അതായത് 2 long bones ഡിസ്ലൊക്കേറ്റ് ആയി. അപ്പോൾ ഇവിടെ എന്താ പഠിച്ചത്, 2 bones ആണ് അല്ലേ, 2 bones ആണ് ഡിസ്ലൊക്കേറ്റ് ആയത്. അപ്പം 2 ബോൺസ് ഡിസ്ലൊക്കേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കണക്റ്റീവ് ടിഷ്യൂ ആയിരിക്കും അവിടെ പ്രശ്നം പറ്റിയിട്ടുണ്ടാവുക, ബോൺസും തമ്മിൽ കണക്ട് ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂക്കായിരിക്കും അത് പ്രശ്നം പറ്റിയിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ ആ ബോണും തമ്മിൽ കണക്ട് ചെയ്ത കണക്റ്റീവ് ടിഷ്യൂ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഇവിടെ ഇത്രയും ചോദിക്കുന്നുള്ളൂ, വിച്ച് കണക്റ്റീവ് ടിഷ്യൂ ജോയിൻസ് ബോൺ ടു ബോൺ, ഏതാ, അത് അറിയാന്നുണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റും. ഏതാ, ലിഗമെന്റ് അല്ലേ, ലിഗമെന്റ് ബ്രേക്ക് ഈസ് ദ കറക്റ്റ് ആൻസർ. എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഓക്കെ, അപ്പോൾ ബോൺ ടു ബോൺ കണക്റ്റീവ് ടിഷ്യൂ ഏതാണെന്ന് ചോദിച്ചാൽ ഏത് കുട്ടിക്കും ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനെ കൂടി കണക്ട് ചെയ്ത് ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് അല്ലേ. അതേപോലെ തന്നെയാണ് മറ്റ് ഓർഗാനിസംസ് അല്ലേ, ബാക്ടീരിയ അതിൻ്റെ മൂവ്മെന്റ് യൂസിങ് ഫ്ലജല്ല, അമീബ യൂസിങ് സ്യൂഡോപോഡിയ നമ്മൾ നേരത്തെ പറഞ്ഞു, ഹൈഡ്ര യൂസിങ് ടെൻറ്റക്കിൾസ്, ഫിഷ് യൂസിങ് ഫിൻസ്, ബേർഡ് യൂസിങ് വിങ്സ്, ഫ്രോഗ് യൂസിങ് ഹൈൻഡ് ലെഗ്സ്, അതേപോലത്തെ പാരമേഷ്യം, സിലിയ, വെയിൽ, ഫ്ലിപ്പേഴ്സ് ആൻഡ് ടെയിൽ അല്ലേ, യൂഗ്ലിന, ഫ്ലജല്ലം, പ്ലാന്റ്സ്, ട്രോപ്പിക് ആൻഡ് നാസ്റ്റിക് മൂവ്മെന്റ്സ് അല്ലേ. ഇങ്ങനെയുള്ള മൂവ്മെന്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. മൂവ്മെന്റ്സ് ഇൻ പ്ലാന്റ്സ് അതൊക്കെ ഫോട്ടോട്രോപ്പിസം, ഹൈഡ്രോട്രോപ്പിസം, ജിയോട്രോപ്പിസം, ഓക്കെ, കീമോട്രോപ്പിസം, ഹാപ്റ്റോട്രോപ്പിസം, നാസ്റ്റിക് മൂവ്മെന്റ്സ് അല്ലേ. അപ്പോൾ ഫോട്ടോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ ഫോട്ടോ മീൻസ് ലൈറ്റ്, ഹൈഡ്രോ മീൻസ് വാട്ടർ അല്ലേ, വാട്ടറിന് അനുസരിച്ചോ അല്ലെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റോ ആയിട്ട്. ജിയോ മീൻസ് ജിയോ അല്ലേ, നമ്മുടെ എർത്ത് എന്നുള്ളതാണ്. അപ്പോൾ ജിയോ ഇവിടെ നമ്മൾ കുറച്ചും കൂടി അതിൻ്റെ ഒരു ഗ്രാവിറ്റിയുടെ, എർത്തിൻ്റെ ഗ്രാവിറ്റിക്ക് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ്. കീമോ മീൻസ് കെമിക്കൽസ്. അതേപോലെ തന്നെ ഒരു സപ്പോർട്ടിനനുസരിച്ചുള്ള മൂവ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഹാപ്റ്റോട്രോപ്പിസം അല്ലേ. ദ ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് ഈസ് നോട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ സ്റ്റിമുലസ് ആണെന്നുണ്ടെങ്കിൽ അത് നാസ്റ്റിക് മൂവ്മെൻറ്റ്സ് ആണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ദ ലോക്കോമോട്ടറി ഓർഗൻ ഓഫ് യൂഗ്ലിന ഈസ് സ്ട്രക്ചറലി ഡിഫറെൻറ്റ് ഫ്രം സ്യൂഡോപോഡിയ. സ്യൂഡോപോഡിയ എന്താ, നമ്മുടെ ഈ പ്ലാസ്മ മെംബ്രെയിൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അങ്ങനെയാണ് സ്യൂഡോപോഡിയ ആ ഒരു മൂവ്മെന്റ് നടക്കുന്നത്. എന്നാൽ യൂഗ്ലിനയിൽ അങ്ങനെയല്ല. യൂഗ്ലിനയിൽ കുറച്ചുകൂടി സ്ട്രക്ചറലി ഡിഫറെൻ്റ് ആണ്. ഏതാണ്, യൂഗ്ലിന നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചേഞ്ചസ് ഇറ്റ് ഷേപ്പ് അല്ല, അതാണ് ഈ സ്യൂഡോപോഡിയയിൽ നടക്കുന്നതാണ് ചേഞ്ചസ് ഇറ്റ് ഷേപ്പ്. ഇവിടെ യൂഗ്ലിനയിലുള്ളത് എന്താണ്, പെർമനന്റ് ഹെയർ ലൈക്ക് സ്ട്രക്ചർ. യെസ്, യൂഗ്ലിനയിലുള്ളത് ഫ്ലജല്ലയാണ്. ഇറ്റ് ഈസ് എ പെർമനന്റ് ഹെയർ ലൈക്ക് സ്ട്രക്ചർ ആണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. യെസ്, പിന്നെ ഉള്ളത് ബോൺ ആൻഡ് മസിൽ ഡിസോർഡേഴ്സ്, റൊമാറ്റിക് ആർത്രൈറ്റിസ്, ഡിസ്ലൊക്കേഷൻ, സ്പ്രെയിൻ പോലെയുള്ള അങ്ങനെയുള്ള ബോൺ ഡിസോർഡേഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓസ്റ്റിയോപോറോസിസ്, മസ്കുലർ ഡിസ്ട്രോഫി ഒക്കെ. ഇനി ഒരു ചോദ്യം കൂടി ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് അമൗണ്ട് ടു എ ബോൺ ഡിസോർഡർ? ബോൺ ഡിസോർഡർ അല്ലാത്തത് റിക്കറ്റ്സ്, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണ് റിക്കറ്റ്സ് അല്ലേ. റിക്കറ്റ്സ് ഒരു ബോണിനെ എഫക്ട് ചെയ്യുന്നതാണ്. ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ,
3 is related to joint അല്ലേ. itis is inflammation or infection അല്ലേ. അപ്പം ആർത്രൈറ്റിസ് ജോയിന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഇറ്റ് ഈസ് ഓൾസോ റിലേറ്റഡ് ടു ബോൺ. അഥീറോസ്ക്ലീറോസിസ് കേട്ടിട്ടുണ്ടോ? ബോണായിട്ട് റിലേറ്റഡ്. ഓസ്റ്റിയോപോറോസിസ് ഇതും വീണ്ടും നമുക്ക് നോക്കാം. ഓസ്റ്റിയോ ഈസ് റിലേറ്റഡ് ടു ബോൺ. പോറോസിസ് അല്ലെ, പോർ ഉണ്ടാവുക അല്ലെ, ബോൺസിൽ പോസ് ഉണ്ടാവുന്ന തരത്തിൽ അല്ലെങ്കിൽ ബോൺസ് ബ്രിറ്റിലാവുന്നതാണ് ഓസ്റ്റിയോപോറോസിസ്. ഇറ്റ് ഈസ് ഓൾസോ റിലേറ്റഡ് ടു ബോൺസ്. അഥീറോസ്ക്ലീറോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? അഥീറോസ്ക്ലീറോസിസ് എന്ന് പറഞ്ഞാൽ അഥീറോ ഇസ് റിലേറ്റഡ് ടു, ഇതെന്ന് വെച്ചാൽ എല്ലാ ടേംസും നമ്മളിങ്ങനെ പതിയെ പതിയെ പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. അഥീറോ ഇസ് റിലേറ്റഡ് ടു എന്താണ്? ഫാറ്റ്. സ്ക്ലീറോസിസ് മീൻസ് ഹാർഡനിങ്. സ്ക്ലീറോസിസ് എന്ന് പറഞ്ഞാൽ ഹാർഡനിങ്. അപ്പോൾ അഥീറോസ്ക്ലീറോസിസ് എന്ന് പറഞ്ഞാൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഹാർഡൻ ആയി പോകും. നമ്മുടെ ആർട്ടറീസ് ഒക്കെ ഫാറ്റ് ഡെപ്പോസിഷൻ വെച്ചിട്ട് അത് ഹാർഡൻ ചെയ്തു പോകുന്ന, അത് നമ്മുടെ ഒരു പിന്നെ ആർട്ടറീസിനെയൊക്കെ ബാധിക്കുന്ന, ബ്ലഡ് വെസൽസിനെയൊക്കെ ബാധിക്കുന്ന ഒരു രോഗമാണ്. പിന്നെ സോ ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ബോൺസ്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇവിടെ ഒരു ചോദ്യം കൂടി ഉണ്ട്. ആർത്രൈറ്റിസ് എന്താണ്? നേരത്തെ നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. R3 is related to joint, itis is related to inflammation of joints is the correct answer അല്ലേ. ഇത് നമ്മൾ പല സ്ഥലത്തും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അല്ലേ. പിന്നെ ആർത്ര എന്നുള്ള പിന്നെ പല ടേംസും നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഐറ്റിസ് എന്നുള്ളത് പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. പലതിൻ്റെയും ഇൻഫ്ലമേഷനെ കുറിക്കുന്ന പദങ്ങളെ നമുക്ക് അങ്ങനെയുള്ള വേർഡ്സിന്, അങ്ങനെയുള്ള ടേംസിന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ബയോളജി പഠിക്കുമ്പോൾ പൊതുവേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്, ടേംസ് കാണുമ്പോൾ പെട്ടെന്ന് ഇത് പഠിച്ചിട്ടില്ല അങ്ങനെ പോകുന്നതിന് പകരം കണക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആർത്രോപോഡ ഇത് നിങ്ങൾ ക്ലാസിഫിക്കേഷനിൽ പഠിച്ചിട്ടുണ്ടാവും. ഈ ആർത്ത് ഈസ് റിലേറ്റഡ് ടു, നമ്മളിപ്പോൾ ജസ്റ്റ് പറഞ്ഞു, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ജോയിന്റ്. പോഡിയം എന്നുള്ളതൊക്കെ എന്താണ്? ശരിക്കും അപ്പൻഡേജസ് അല്ലെങ്കിൽ ലിംസ് എന്നുള്ളതാണ് അർത്ഥം വരിക അല്ലെ, കാലി കൈ എന്നുള്ളതാണ്. അപ്പം ആർത്രോ ഈസ് റിലേറ്റഡ് ടു ജോയിന്റ്, പോഡ ഈസ് റിലേറ്റഡ് ടു ലെഗ്സ് അല്ലെങ്കിൽ ഹാൻഡ് ഓർ ലെഗ്സ്. ഓക്കെ, ജോയിന്റഡ് ലെഗ്സ് ഉള്ള ജീവികളാണ് ആർത്രോപോഡ അല്ലേ. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, അങ്ങനെ ടേംസ് ബൈ ഹാർട്ട് പഠിക്കുന്നതിന് പകരം ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ നമുക്ക് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് കൂടി പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടി കണക്ട് ചെയ്ത് ബയോളജി പഠിക്കാൻ ശ്രമിക്കുക. സോ എല്ലാവരും NSMCക്ക് വേണ്ടി പഠിക്കുമ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ തീരെ ലെവലെല്ലാം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ വായിക്കണം എന്നാണ് അർത്ഥം. നിങ്ങൾക്ക് ഏകദേശമൊക്കെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് കൂടുതൽ വായിക്കാൻ ശ്രമിക്കുക. എന്ത് ചെയ്യുക, നിങ്ങൾ പിന്നെ കുറച്ചുകൂടി ഒരു സ്കൂൾ ലെവലിൽ അതേപോലെ സ്കൂളിലുള്ള ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ചു പോകുന്നതിനപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള കുറച്ച് രീതികളിലേക്ക് കൂടി നമ്മുടെ പഠനം എന്ത് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്യണം. അതിന് പറ്റാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വർക്ക് ചെയ്യണം എന്നാണ് അർത്ഥം അല്ലേ. യെസ്, അപ്പോൾ എനിവേ അങ്ങനെയൊക്കെ നന്നായി പഠിക്കുക. ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഇങ്ങനെയുള്ള പ്രിപ്പറേഷനാണ് ഉപകാരപ്പെടുക. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക് ചെയ്ത് പറയാനുള്ളത്. ബാക്കി ടോപ്പിക്സിനൊക്കെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആവും. അപ്പോൾ അതൊക്കെ കാണുക, കൃത്യമായി നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.